വണ്ടി കൊള്ളാലോ ഈ വണ്ടിക്ക് പ്രത്യേകത എന്താ ഇന്നേ വരെ ചതിച്ചിട്ടില്ല. ആടിപ്പൊളി. ഇതിടയ്ക്കുള്ള എടാ ഇതെന്തോ വലിയ രോഗമാണ് ഈ വണ്ടിക്ക്. ഇതിങ്ങനെയാണ് പണ്ടിറങ്ങാനായിട്ട്. ചേട്ടാ ഇവിടെ നിന്ന് ബസ് കിട്ടും. ബസ് ഇപ്പൊ വരും. പിന്നെ എടാ ഞാൻ മാറിക്കാൻ മാറടാ ഇവിടെ. ഇത് പണി കൂടുതലാ. റസ്കാക്കുലറുണ്ടോ? ഇല്ല, ഫിക്സ് ആക്ഷൻ ഉണ്ട്. അത് നീ തന്നെ വലിച്ചാ മതി. ഇത് പെട്ടെന്ന് തീർക്കണം എനിക്ക്. എന്തിനാ? എനിക്ക് എന്റെ അനിയനെ പിക്ക് ചെയ്യാണ്ട്. അനി എന്ത് ചെയ്യുന്നേ? അനിയൻ ഇവിടെ ചെറിയ ക്ലാസ്സിലാ, ട്യൂഷനൊക്കെ പോവാണ്. ട്യൂഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ട്യൂഷൻ പോയിട്ടാണോ? എക്സാം 2 ദിവസം മുന്നേ പഠിക്കുക, എക്സാം എഴുതുക, എളുപ്പം, സിമ്പിൾ. പിന്നെ അനിയനൊക്കെ പോകാനായിട്ട്. എടാ ബസ്സിൽ പോരും കേട്ടോ. ആണല്ലേ? അതങ്ങോട്ട് മാറ്റി ചെയ്യും. അല്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്യണ്ടേ? അതിനപ്പുറം 2 സ്ക്രൂ ഇല്ലേ, അതങ്ങോട്ട് വിളിച്ചാ. വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. ഒരുപാട് 5 മിനിറ്റ്. ചേട്ടാ ഇത് ശരിയാൻ പോകുന്നില്ല. ചേട്ടൻ വണ്ടി നേരെ കേടുന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി. ഇത് ശരിയാൻ പോകുന്നില്ല. ഹലോ, നമുക്കറിയാം താൻ കൂടുതൽ അഭിപ്രായം എന്ന് പറയുന്നത്. താൻ പോണോന്ന്. എടാ നീ കഴിച്ചടാ. ചേട്ടന് ബസ് കിട്ടണം. എന്ത് ട്യൂഷൻ? ഈ റൂട്ടിലെ ബസ് പോകാത്ത റൂട്ടാ. ചേട്ടന് ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പുറം എവിടെയും പോയി. നമ്മളൊക്കെ ട്യൂഷന് പോയിട്ടാണോ? ഇതിപ്പോ ഉഡായിപ്പാണെന്നേ. അതിനൊന്നും ആവശ്യമില്ലെന്ന്. എന്ത് ട്യൂഷനടാ? ചേട്ടൻ അറിയുന്ന കാര്യങ്ങൾ മാത്രം വർത്താനം പറയട്ടെ. പരീക്ഷയ്ക്ക് മാത്രം പഠിച്ചുകൊണ്ടാണ് എല്ലാ എഞ്ചിനീയറിംഗ് ഞാൻ ഇപ്പോഴും പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ ഇതുവല്ല അറിയുന്നുണ്ടോ? ചേട്ടൻ ഈ പണിയെങ്കിലും അറിയോ? എണീറ്റ് വിട്ടോ മോനെ ഇതുപോലെ വർക്ക്ഷോപ്പിലും കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ രക്ഷപ്പെടും.